ആ ഹാർമോണിയം കൊണ്ടുപോയി എനിക്ക് അച്ഛന് കൊടുക്കണം. തരില്ല എന്ന് ശുദ്ധ മലയാളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രാഷ്ട്രഭാഷ പറയണോ? ഏ ഹാർമോണിയം മേന. നിങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ശബ്ദം ഉണ്ടാക്കി രസിക്കും. എന്നിട്ട് അത് മടുക്കുമ്പോ ഇത് തല്ലിപ്പൊളിക്കും. എന്നിട്ട് ഇങ്ങനെ 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 കൊത്തി നുറുക്കിയിട്ട് പുഴുങ്ങി തിന്നെന്ന് വരും. ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതെന്തും എനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാം. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. ആയിക്കോളൂ, എന്താ ആയിക്കോളൂ. കുരങ്ങിന്റെ കയ്യില് പൂമാല കിട്ടിയാ പിന്നെ എന്താ ഉണ്ടാവുകയെന്നറിയാം. സംഗീതം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുകവസ്തു ആവും. പണം കൊണ്ട് കോവിലകം വാങ്ങാം, ഹാർമോണിയം വാങ്ങാം. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില്. അതിൽ ഏറ്റവും വലുത് ജന്മസിദ്ധമായിട്ട് കിട്ടും. എവിടേക്കാ? എനിക്ക് ജഗന്നാഥൻ തമ്പുരാനെ ഒന്ന് കാണണം. അത് കോലോത്ത പഠിപ്പുരക്ക് ഇപ്പുറത്ത് വെച്ച് മതി. അങ്ങട്ട് ഞാൻ കടത്തില്ല. അത് പറയാൻ നിനക്കെന്താ അധികാരം? ജഗന്നാഥൻ തമ്പുരാന്റെ അല്ലേ കോവിലം? കോലവും ജഗന്നാഥൻ തമ്പുരാന്റെയോ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടരുടെയോ ഒക്കെ ആവും. നിങ്ങളെ ഈ കുട്ടികളെ ഈ മണ്ണി കാല് കുത്താൻ ഞാൻ സമ്മതിക്കില്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവരുടെ ആട്ട് കേൾക്കാനാ നീ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അമ്മായി വേണ്ടടോ, ഞങ്ങള് പോവാ. ഇവരുടെ കലിയിളക്കത്തിന്റെ കാര്യം മനസ്സിലാവണുണ്ട്. വെറുതെ അല്ല ഇവിടെ ഒന്ന് ഇറങ്ങാതെ കൂടിയിരിക്കണേ. തമ്പുരാനെ നീ പൂട്ടി വെച്ചോ. ഏത് തരക്കാരിയായിരുന്നു തള്ളാന്ന് നിന്റെ പ്രകൃതം കൊണ്ട് അറിയാലോ. പോവാൻ ഇനി എന്തെങ്കിലും നിന്റെ വായന്ന് വീണ ചൂലെടുക്കും ഞാൻ. അമ്മായി നോക്കി നോക്കി നോറ്റിരുന്നു കാൽക്കുഴഞ്ഞി കൈകുഴഞ്ഞി കാത്തു നിന്ന് നോക്കി നോക്കി നോറ്റിരുന്നു കാൽക്കുഴഞ്ഞി കൈകുഴഞ്ഞി. 4 നിലപ്പന്തലിൽ ഈ 4 ആളും കൂട്ടരുമായി മിന്നുകെട്ടിനെന്നു വരും എന്നിനി എന്നിനി എന്നു വരും. മനസ്സൊഴിച്ച് പോകാതെ ഓവരൽ മുടിച്ച് നാനും കരയേറുവേൻ. ഏ സുഖമേ, ഏ മുഖമേ,